നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ശിവാനി. നീ ഈ കാണിക്കുന്നതൊക്കെ നല്ലതിനാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നേ? അതെ, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. നീ മറുപടി പറയേണ്ടത് നിധിയോടല്ല, എന്നോടാണ്. നിധി പറഞ്ഞത് സത്യമാണോ? അതെ, പ്രണവും ഞാനും ഇഷ്ടത്തില. ഞങ്ങള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൊല്ലും നിന്നെ ഞാൻ. നിർത്ത്. എന്തിനാ ഇപ്പൊ ഇവളെ തല്ലാൻ കയ്യോങ്ങുന്നേ? അതെ, ഈ പ്രേമം എന്ന് പറയുന്നതേ ലോകത്ത് ആരും ചെയ്യാത്ത തെറ്റൊന്നും അല്ലല്ലോ. മിണ്ടിപ്പോരുത് നീ ഒരു ഒറ്റ ഇവിടെ വഷളാക്കുന്നത്. അതെ, ശബ്ദം ഉയർത്തി എന്നെ പേടിപ്പിക്കാന്നൊന്നും കരുതണ്ട. അല്ല, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവള് പ്രണവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് നിനക്കെന്താ ഛേദം? ഗൗതമിന്റെ ഭാര്യയായിട്ട് നിനക്ക് ഈശ്വരമംഗലത്തേക്ക് പോകാമെങ്കിൽ എന്റെ മോക്കും പോകാം. അതിന് ഇവക്ക് മാത്രം എന്താടി ഒരു കുറവ്? അതിനുള്ള യോഗ്യത ഇവൾക്കില്ല, അത് തന്നെയാണ് കുറവ്. അതെ, കഴിഞ്ഞ കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് ആരും മറന്നിട്ടില്ല അമ്മായി. ഗൗതമിന്റെ കാര്യത്തിൽ ഇവൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ മാത്രം മതിയല്ലോ യോഗ്യത കുറവ് എന്താണെന്ന് മനസ്സിലാക്കാൻ. ആ നാണക്കേട് ഈശ്വരമംഗലത്തിന് ഇപ്പോഴും മാറിയിട്ടില്ല. അമ്മാവാ, പ്രണവ് ശിവാനിയെ വിവാഹം കഴിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ആ വീട്ടിലുള്ളവർക്ക് കൂടി ഇവളെ വേണോന്ന് തോന്നണ്ടേ? ഇവളും മരുമകളായി ആ വീട്ടിലേക്ക് വന്ന് കയറുന്നതിൽ ആർക്കും താല്പര്യമില്ല. ആർക്കും താല്പര്യമില്ലെന്ന് നീ മാത്രം അങ്ങ് പ്രഖ്യാപിച്ചാ മതിയോ? താല്പര്യമില്ലാഞ്ഞിട്ടാണോ പ്രണവ് ഇവളെ സ്നേഹിക്കുന്നത്? അത് സ്വാഭാവികമായിട്ടുണ്ടായ ഇഷ്ടവും സ്നേഹവും ഒന്നും അല്ലല്ലോ. ഇവള് പുറകെ നടന്ന് തന്ത്രപൂർവം മയക്കി വീഴ്ത്തിയെടുത്തതല്ലേ അവനെ. ഞാൻ ആരുടെ പുറകെ നടന്നിട്ടുമില്ല, വീഴ്ത്തിയിട്ടുമില്ല. പ്രണവാണ് ആദ്യം വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. പിന്നെ തരക്കേടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോ ഞാൻ പിന്നെ തിരിച്ച് ഇഷ്ടമല്ലെന്ന് പറയണോ? ആ വീട്ടിലുള്ള വേറെ ആർക്കും ഇഷ്ടമല്ലെങ്കിൽ പ്രണവ് ഒരു താല്പര്യം പറഞ്ഞപ്പോ നിനക്ക് ഒഴിഞ്ഞു മാറായിരുന്നില്ലേ ശിവാനി? വാ തുറക്കാത്തത് എന്താന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ചന്ദ്രികയുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. സ്വന്തം മോൾക്ക് മാത്രമേ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവാൻ പാടുള്ളൂ. എന്റെ മോള് നല്ല നിലയിൽ ജീവിക്കാൻ പാടില്ല. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ആർക്കും ഇഷ്ടമില്ലാത്തൊരു വീട്ടിലേക്ക് മരുമകളായി ചെന്ന് കയറിയ ഇവളുടെ ജീവിതം തന്നെയല്ലേ ദുരിതത്തിലാവാൻ പോകുന്നത്. ചേടാ, ഇത് വലിയ വിനയായി പോയല്ലോ. ഒരു ചെക്കന് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടണമെങ്കിൽ അവന്റെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും സമ്മതപത്രം എഴുതി വാങ്ങണമെന്നാണോ ചന്ദ്രിക പറയുന്നത്? അതൊന്നും അല്ല. ഇവക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി പോവെന്നുള്ള പേടിയല്ലേ നിനക്ക്? അതെ, ശിവാനിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവുന്നതിൽ ഇവിടെ ആർക്കും ഒരു പേടിയുമില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതിയ കുറച്ചു ദിവസം ഇവളെ ഞാൻ ഈശ്വരമംഗലത്ത് കൊണ്ടുപോയി നിർത്തിയത്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവൾക്ക് അവിടുന്ന് പുറത്തേക്ക് പോവേണ്ടി വന്നതെന്ന് ഇവൾക്ക് തന്നെ നന്നായിട്ട് അറിയാലോ. അമ്മായിക്കും അറിയാം. ഇവളുടെ പ്രവൃത്തി ദോഷം ഒന്നുകൊണ്ട് മാത്രമാ അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഗൗതമിനും എല്ലാവർക്കും ഇവളോട് വെറുപ്പായത്. ഇനിയിപ്പോ പ്രണവിനെ വിവാഹം കഴിക്കാൻ അവരൊക്കെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇവൾ ഈശ്വരമംഗലത്തെ മരുമകളായി വന്ന് കയറിയാൽ അതോടെ അവിടെയുള്ളവരുടെ സമാധാനം കെടുവെന്നാണ് അവര് പറയുന്നത്. സമാധാനം കെടുന്നത് അവിടെയുള്ളവരുടെയാണോ അതോ നിന്റെയോ? നിന്റെ ഈ നാടകമൊന്നും ഇനി വില പോകാൻ പോകുന്നില്ല നിധി. ഒന്നുമില്ലെങ്കിലും നിന്റെ അമ്മാവന്റെ മോളല്ലേ ഇവള്. ഇങ്ങനൊരു ആലോചന വരുമ്പോ തന്നെ ഇവക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടവളല്ലായിരുന്നോ നീ? എനിക്കറിയാം നിധി, അവരുടെ മനസ്സിലേക്ക് ഇവളെക്കുറിച്ച് വിഷം കുത്തിവെച്ച് കൊടുത്തത് നീ തന്നെ ആയിരിക്കും. ഉണ്ട ചോറിന്റെ നന്ദിയെങ്കിലും വേണ്ടേടി നിനക്ക്. ഇവളെപ്പോലൊരു പെണ്ണിനെ ഈശ്വരമംഗലത്തിന് മരുമകളാക്കി എടുക്കണമെന്ന് ചിന്തിക്കുകയാണ് രേണുക നീ. ഒരു വീട്ടിൽ ആർക്കും താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ടും എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി ഇവളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ ആഗ്രഹിക്കാൻ നിനക്ക് നാണം തോന്നില്ലേ? അതെ, ഇവള് നല്ലവളായിരുന്നെങ്കിൽ, ഇവള് തെറ്റ് ചെയ്യാത്തവളായിരുന്നെങ്കിൽ പ്രണവ് ഇങ്ങനൊരു ആഗ്രഹം പറയുമ്പോ അതൊരു വിവാഹമാക്കി മാറ്റാൻ ഞാൻ തന്നെ മുൻകൈ എടുത്തേനെ.
അവൻ പ്രണയിക്കുന്ന പെണ്ണിനെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് പ്രണവ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ എത്ര സന്തോഷത്തോടെയാ ഞാൻ പോയതെന്നറിയാമോ? അവിടെ ചെന്ന് ഞാൻ കാണുന്നത് ദാ ഇവളെയാ. അപ്പോഴേ എനിക്ക് ബോധ്യമായി ആ പാവം പ്രണവിനെ ഇവള് വീഴ്ത്തിയെടുത്തതാണെന്ന്. അമ്മവാ, ഇതൊരു ചതിയാണ്. യഥാർത്ഥ ഇഷ്ടമോ സ്നേഹമോ ഒന്നും ഇവൾക്കില്ല. എങ്ങനെയെങ്കിലും ഈശ്വരമംഗലത്ത് കടന്നു വന്ന് അവിടുത്തെ സമാധാനം കളയാനുള്ളൊരു പരിപാടി മാത്രമാണിത്. അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാം, എന്റെ പ്രണയം സത്യമാണോ കള്ളമാണോ എന്ന് തീരുമാനിക്കുന്നത് നീയാണോ? പ്ലാൻ ചെയ്തെന്നോ പ്രണവിനെ ട്രാപ്പ് ചെയ്തെന്നൊക്കെ പറയുന്ന കേട്ടിട്ട് ഞാനേതോ തീവ്രവാദിയാണെന്ന് തോന്നുമല്ലോ. ദേ നോക്ക്, എനിക്ക് പ്രണവിനെ ഇഷ്ടമാണ്. പ്രണവ് തിരിച്ചെന്നെയും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് എന്റെ ജീവിതാ, അത് തീരുമാനിക്കുന്നത് ഞാനാ. അതിൽ മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയേണ്ട ആവശ്യം എനിക്കില്ല. പ്രണവ് എപ്പോഴെങ്കിലും എന്നെ ഇഷ്ടമല്ലെന്നൊന്ന് പറയട്ടെ, അതോടെ ഈ ബന്ധം ഞാൻ അവസാനിപ്പിച്ചോളാം. അതല്ലാതെ ഈ റിലേഷൻ അവസാനിപ്പിക്കുന്ന ആരും മോഹിക്കണ്ട. നിന്റെ മോഹമാണ് നടക്കാതിരിക്കാൻ പോകുന്നത്. ഇന്നത്തോടെ ഈ ബന്ധം അവസാനിപ്പിച്ചോണം, അല്ലെങ്കിൽ ഒന്ന് കുഴിച്ചു മൂടി ഞാൻ. അറിയാം, പെങ്ങടെ മോളുടെ വാക്കും കേട്ട് എന്നെയും എന്റെ മോളെയും തല്ലിക്കൊന്ന് കുഴിച്ചു മൂടാൻ മടിക്കാത്തവനാണ് നിങ്ങളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്വന്തം രക്തത്തിൽ പിറന്ന മോളാ. അവളുടെ ഉള്ളിൽ ഒരു ഇഷ്ടം തോന്നി, അതെങ്ങനെയെങ്കിലും നടത്തിക്കൊടുക്കണമെന്നല്ല, എല്ലാം നടക്കുന്നു. സ്വന്തമായിട്ട് ഇതുപോലൊരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ അച്ഛൻ എന്ന നിലയിൽ നിങ്ങളെ കൊണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് എന്റെ മോളുടെ നല്ല മനസ്സുകൊണ്ട് കിട്ടിയ ഒരു നല്ല ബന്ധം. ഉടനെ അത് ഇല്ലാതാക്കാൻ നോക്കുന്നു അച്ഛനാണ് പോലും അച്ഛൻ. നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോടി നിധി. ഈ കുടുംബത്തിന്ന് ഒരാളും എങ്ങും പോയി രക്ഷപ്പെടാൻ പാടില്ലല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ എന്റെ മോളുടെ കാര്യത്തിൽ നീ തലയിട്ട് പോവരുത്. നിന്റെ മോളുടെ നല്ല മനസ്സിന്റെ കാര്യമൊന്നും നീ പറയണ്ട. ആദ്യം ചേട്ടനായിരുന്നു, അത് പോയപ്പോ അനിയനായി. എനിക്കറിയാം, സ്വന്തം മകളാണെങ്കിലും പറയുക, നീ കാലുകുത്തുന്നിടം നശിച്ചിരിക്കും. ഈശ്വരമംഗലത്ത് നീ ചെന്ന് കയറിയ ഇവളുടെ ജീവിതം കൂടി നശിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ഇനി നീ പ്രണവ് എന്നൊരു പേര് പോലും ഈ വീട്ടിൽ ഉച്ചരിക്കില്ല. അതെന്റെ നിർബന്ധ. നിധി, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ മോളെ. അമ്മാവൻ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇത് ഞാൻ പറയുന്ന വാക്കാണ്. പ്രണവിന്റെ 7 അയലത്തേക്ക് പോലും ഇനി അവള് വരില്ല. അത് ഞാൻ നോക്കിക്കോളാം. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. ശരി അമ്മാവ. അമ്മേ, അവിടെ ആകെ പ്രശ്നം, നിൽക്കാൻ പോലും സമയമില്ല. ഞാൻ പോട്ടെ. ശരി.